നമസ്കാരം, എല്ലാവർക്കും ഈസി ഇൻസ്ട്രുമെൻറ്റേഷനിലോട്ട് സ്വാഗതം. നമുക്ക് ഈ ഒരു ചാനലിലൂടെ ഈസി ആയിട്ട് ഇൻസ്ട്രുമെൻറ്റേഷനെ പഠിക്കാം. അപ്പം അതിനായിട്ട് ആദ്യം ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. PLC പ്രോഗ്രാമിംഗ് മെത്തേഡ്സ്. നമ്മൾ ബേസിക്സ് ഒക്കെ കഴിഞ്ഞ് അടുത്തത് PLC പ്രോഗ്രാമിംഗ് മെത്തേഡ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ മുൻപ് ഏർലിയറായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന മെത്തേഡ്സ്, അതേപോലെ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് PLCയിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, ഇതൊക്കെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ലോജിക് എക്സ്പ്രഷൻസ്, ബൂളിയൻ ആൽജിബ്ര, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. പുതുതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലാഡർ ലോജിക്. അതേപോലെ തന്നെ അതിൽ നമുക്ക് ആസ്കികൾ, കോയിൽസുകൾ, ഗ്രാഫിക്കൽ സിമ്പിൾസൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബേസിക്സിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു, PLCക്ക് ഒരു ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പോർഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് PLC പ്രോഗ്രാം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ടെക്സ്ച്വൽ ആൻഡ് ഗ്രാഫിക്കൽ ലാംഗ്വേജസ്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റുവലായിട്ടുള്ള ലാംഗ്വേജസിനെ നമ്മൾ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇൻസ്ട്രക്ഷൻ ലിസ്റ്റ് എന്ന്, അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് ഗ്രാഫിക്കലായിട്ടുള്ള ലാംഗ്വേജസ് ആണ്. അതാണ് കൂടുതലും നമുക്ക് ഈസി ആക്കുന്നത് പ്രോഗ്രാമിന്. അപ്പം അതിൽ വരുന്നതാണ് ലാഡർ ഡയഗ്രാംസ്, ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാംസ്, സീക്വൻഷ്യൽ ഫങ്ഷണൽ ചാർട്ടുകൾ, ഇതെല്ലാമാണ് നമ്മളുടെ ഗ്രാഫിക്കൽ ലാംഗ്വേജിൽ വരുന്നത്. അപ്പം നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ലാഡർ ഡയഗ്രാംസ് വെച്ചിട്ടുള്ള PLC പ്രോഗ്രാമിംഗ് മെത്തേഡ്സ് ആണ്. അതെന്ന് പറയുന്നത് നമുക്കൊരു ആസ്പെർ ടെക്നീഷ്യൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. നമുക്ക് സാധാരണ ഇതിൻ്റെ സോഫ്റ്റ്വെയർസൊക്കെ വരുന്നത് അലൻ ബ്രാഡ്ലിയുടെ വരുന്നുണ്ട്, സീമെൻസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് അലൻ ബ്രാഡ്ലിയുടെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സിലബസിൽ നമുക്ക് അലൻ ബ്രാഡ്ലിയുടെ ലാഡർ ലോജിക് ഡയഗ്രാം വെച്ചിട്ടുള്ള പ്രോഗ്രാംസൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ലാഡർ ഡയഗ്രാംസ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, എന്താണ് ലാഡർ ഡയഗ്രാംസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാം. ലാഡർ ലോജിക്. ലാഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഡർ ഏണിയാണ് ലാഡർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ആ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു ഗ്രാഫിക്കലാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലുക്ക് ലൈക്ക് എ ലാഡർ. അതുകൊണ്ടാണ് ആ ഒരു പ്രോഗ്രാമിനെ നമ്മൾ ലാഡർ ലോജിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാമിങ്ങിൻ്റെ മെത്തേഡ് നമ്മൾ ഞാനിപ്പോൾ ഇതാ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ലാഡർ ലോജിക് PLC പ്രോഗ്രാമിംഗ് മെത്തേഡ്, ഒരു ഏണിയുടെ ഷേപ്പിലുള്ള പ്രോഗ്രാമിംഗ് മെത്തേഡ്. അപ്പോൾ അതിൽ നോക്കുക, രണ്ട് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റെയിൽ എന്ന് എഴുതിയിട്ട് രണ്ട് വെർട്ടിക്കൽ ലൈൻസ് കാണാം. അതിനെ നമ്മൾ പറയുന്ന രണ്ട് വെർട്ടിക്കൽ ലൈൻസിനെ നമ്മൾ പറയുന്നത് റെയിൽസ് എന്നാണ്. റെയിൽസ് പോസിറ്റീവ് റെയിലുണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് റെയിലുണ്ട്. അതേപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻസ് നോക്കിയാൽ അറിയാം, ആ ഓരോ ലൈൻസിനെയും അത് നമ്മൾ പറയുന്നത് റങ്സ് എന്നാണ്. ഓരോ റങ്ങിന് നമ്മൾ 0 മുതൽ 0, 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേരുകൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള ലൈൻസിന് റെയിൽസ് എന്നും ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻസിന് നമ്മൾ റങ്സ് എന്നും പറയുന്നു. അപ്പോൾ ഈ റങ്സിലാണ് നമ്മൾ ഇൻപുട്ടായിട്ടുള്ള ഡിവൈസുകളും അതേപോലെ ഔട്ട്പുട്ടായിട്ടുള്ള ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യുന്നത്. റെയിൽസാണ് നമുക്ക് സപ്ലൈ, അതായത് പോസിറ്റീവ് റെയിൽ, നെഗറ്റീവ് റെയിൽ ഒരു സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ലാഡർ ഡയഗ്രത്തിൻ്റെ ഒരു ബേസിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് അപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഈ ഒരു രീതിയിൽ ലാഡർ ലോജിക്ക് എന്ന് പറയുന്ന ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുന്നതൊക്കെ നമുക്കിനി പഠിക്കാനായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഇതിൽ മനസ്സിലാക്കേണ്ടത് പോസിറ്റീവ് റെയിൽസ്, നെഗറ്റീവ് റെയിൽസ്, അതേപോലെ തന്നെ റങ്സ്, റെയിൽ റങ്ങൊക്കെ എന്താണെന്ന്. പിന്നെ PLCയുടെ ഒരു മെയിനായിട്ടുള്ള അല്ലെങ്കിൽ ലാഡർ ലോജിക്കിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം, ഇത് റീഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ടോപ്പ് ടു ബോട്ടമാണ്. അതായത് ഇടത് നിന്ന് വലതോട്ടും അതേപോലെ മുകളിൽ നിന്ന് താഴോട്ടും. നമ്മളൊരു പുസ്തകമൊക്കെ വായിക്കുന്ന പോലെ ഇടത് നിന്ന് വലതോട്ട്, മുകളിൽ നിന്ന് താഴോട്ടാണ് ഇതിൻ്റെ റീഡിങ് വരുന്നത്. അതായത് ഈ പ്രോഗ്രാം റീഡ് ചെയ്യുന്നത്.
അതേപോലെ തന്നെ ഓരോ റൺസിലും ഒരു ഇൻപുട്ടെങ്കിലും അതേപോലെ ഒരു ഔട്ട്പുട്ടെങ്കിലും ഉണ്ടാകും. ഒരു ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട് എന്തായാലും ഓരോ റങ്ങിലും ഉണ്ടാകും. ഇതാണ് ഈ ഒരു ലാഡർ ലോജിക്കിൽ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ സ്വിച്ചസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഓരോ സ്വിച്ചസ് വരയ്ക്കുന്ന രീതി ഓരോന്നും ഡിഫറെൻ്റായ രീതിയിലാണ് വരയ്ക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ബേസിക്കലി നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ്ഡ് സ്വിച്ചുകൾ, അതേപോലെ തന്നെ ടൈമറുകൾ, അതേപോലെ തന്നെ കോയിൽസ്, ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്വിച്ചസ്. അപ്പോൾ നോക്കുക, നോർമലി ഓപ്പൺ ആയിട്ടുള്ള സ്വിച്ച് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്, അതേപോലെ നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള സ്വിച്ച് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈമറിന് നമ്മൾ ടൈമർ എന്ന പേരിൽ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അടുത്തത് റിലേകൾ, കോയിലുകൾ, സ്റ്റാർട്ടർ, മോട്ടർ, ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇൻപുട്ടായിട്ട് നോർമലി ഓപ്പൺ അല്ലെങ്കിൽ നോർമലി ക്ലോസ്ഡ് സ്വിച്ചുകൾ നമ്മൾ കണക്ട് ചെയ്യും. ഔട്ട്പുട്ടായിട്ട് കോയിലുകൾ, സ്റ്റാർട്ടറുകൾ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ കുറച്ച് സിമ്പിൾസ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അത് വരയ്ക്കുന്ന രീതി, അതിൻ്റെ ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്വിച്ച് വരയ്ക്കുമ്പോൾ എപ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം സ്ലാൻഡിങ് ലൈൻ വരയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ഡിജിറ്റലായിട്ടുള്ള ഇൻപുട്സിനെയും ഡിനോട്ട് ചെയ്യുന്ന രീതി ഒന്ന് നോക്കുക. ഡിജിറ്റലായിട്ടുള്ളത്, അതായത് ഓട്ടോ എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഓട്ടോ സെലക്ഷൻ, മാൻ എന്ന് പറയുന്നത് മാനുവൽ സെലക്ഷൻ, അതേപോലെ സ്റ്റാർട്ട് PB അതായത് സ്റ്റാർട്ട് പുഷ് ബട്ടൺ, സ്റ്റോപ്പ് PB സ്റ്റോപ്പ് പുഷ് ബട്ടൺ, റീസെറ്റ് അതായത് റീസെറ്റ് പുഷ് ബട്ടൺ, ട്രിപ്പ് എന്ന് പറയുന്നത് മോട്ടർ ട്രിപ്പ്ഡ് ആണ്, റൺ എന്ന് പറയുന്നത് മോട്ടർ റണ്ണിങ് ആണ്, ഈ സ്റ്റോപ്പ് അതായത് എമർജൻസി സ്റ്റോപ്പ്. ഇനി പുഷ് ബട്ടൺ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾക്ക് ഒരു സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നോർമലി ക്ലോസ്ഡായി നമുക്ക് ഒരു ഔട്ട്പുട്ട് റീഡ് ആവുകയും, ഇനി നമ്മൾ സപ്ലൈ റിമൂവ് ചെയ്യുന്ന സമയത്ത് നോർമലി ഓപ്പൺ ആയിട്ട് ആ ഒരു ലോഡ് വർക്കാവാതിരിക്കുന്ന ടൈപ്പ് ബട്ടണിനെയാണ് നമ്മൾ പുഷ് ബട്ടൺസ് എന്ന് പറയുന്നത്. നമുക്ക് ലാഡർ ലോജിക്കിൽ നമുക്ക് പുഷ് ബട്ടൺസ് നമുക്ക് സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ പുഷ് ബട്ടൺസ് മാത്രമല്ല ടോഗിൾ സ്വിച്ചുകൾ, അങ്ങനെയുള്ള സ്വിച്ചസൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ ഇത്രയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ബേസിക്സ് ഓഫ് PLC പറഞ്ഞപ്പോൾ ഓൾറെഡി പുഷ് ബട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റിലേസിൻ്റെ കോണ്ടാക്റ്റ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെലക്ഷൻ എങ്ങനെയാണ്, നമുക്ക് വരേണ്ട ഇൻപുട്സ് എന്തൊക്കെയാണ്, ഔട്ട്പുട്ട് എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ PLCയുടെ ലാഡർ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഡിജിറ്റലായിട്ടുള്ള ഇത്രയും ഇൻപുട്ടുകളും, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ അല്ലാത്ത നമ്മുടെ സാധാരണ നമ്മളെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട്സും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ആണ് പോകുന്നത്. ഇൻ്റർലോക്കിംഗ് ഓഫ് 2 മെഷീൻ 3 മെഷീൻ, അതേപോലെ ഓട്ടോമാറ്റിക് ഓഫ് 2 മെഷീൻ 3 മെഷീനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ലാഡർ ഡയഗ്രാമത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് ലാഡർ ഡയഗ്രാം, എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ ഡിജിറ്റലായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സിമ്പിൾസ്, അതേപോലെ അതിൻ്റെ ഡിജിറ്റലായിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട്സൊക്കെ എങ്ങനെയാണ്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. എവരിവൺ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.